ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെയും പ്ലെയിൻ റൈസിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ദഹി ആലു ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ആദ്യം ഒരു കപ്പ് തൈര് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിസ്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ചെറിയ പുളിയുള്ള തൈരായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി വേറൊരു പാത്രം നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ അല്ലെങ്കിൽ ബട്ടർ ആയാലും മതി. അത് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 2-3 പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ഒരു 10-20 സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഒരു മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ് ഇത്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്തിട്ട് ഒരു 10-20 സെക്കൻഡ് പിന്നെയും ഒന്ന് ചൂടാക്കിയെടുക്കുക. അതായത് ഈ കടലമാവിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറാനായിട്ടാണ്. ഇനി നമുക്ക് നേരത്തെ ആ വിസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് തൈരില്ലേ, അത് ഈ മസാലയിലേക്ക് ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയും തൈരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാൽ തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിടാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിൽ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റും ആ ഗ്രേവി കുറച്ചും കൂടി ഒരു തിക്കാവും. അപ്പോൾ കുറേ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീസിൽ ഈ മസാലയുടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഒന്ന് പിടിക്കാനായിട്ടാണ്. 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കറിയിൽ കണ്ടില്ലേ, ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മെത്തി, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, നല്ല ഫ്ലേവറാണ് കേട്ടോ ഇത് ചേർത്താൽ. ഈ കസൂരി മെത്തി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ദഹി ആലു റെഡി. ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും.